Hello. Welcome to Market Discussion of the Day. Today, August 13, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഓണം കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇന്നലെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPI യുടെ ഡേറ്റ ഉണ്ടായിരുന്നു. CPI 0.1% കൂടിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ മാസത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, പക്ഷേ അതിനകത്തുള്ള ഇമ്പാക്റ്റ് എങ്ങനെ ഗോൾഡിനെ എഫക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ഒരു ന്യൂസിൻ്റെ സമയത്ത് ഗോൾഡിൻ്റെ മാർക്കറ്റ് പെട്ടെന്ന് മുകളിലോട്ട് പോവുകയും ഓൾമോസ്റ്റ് 4430 ടച്ച് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റിന് പോയി ഇപ്പോൾ 4371 മാർക്കറ്റ് നിൽക്കുന്നു അല്ലേ. സോ ബേസിക്കലി എന്താ പറയുക, ഇങ്ങനെയാണ് ഇപ്പോൾ എപ്പോഴും നമ്മളുടെ ന്യൂസിനനുസരിച്ച് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല അല്ലേ. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. സോ ആ എഫക്റ്റ് ആക്ച്വലി ഇന്ന് രാവിലെയാണ്, ഇപ്പോഴാണ് നമ്മുടെ നമ്മുടെ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണ് ഇതിൻ്റെ എഫക്റ്റൊക്കെ മാർക്കറ്റിലോട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്താ പറയുക, ഇതാണ് മെയിനായിട്ട് നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വാറും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ പല രീതിയിലും പീസ് ഡീലിനൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഒരു പ്രത്യേകിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു നല്ല രീതിയിലുള്ളൊരു എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് അറിയിക്കാം. ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പെട്ടെന്ന് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY 159.42 നിൽക്കുന്നു. സോ നമുക്കൊരു പുൾ ബാക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 150 എന്താ പറയുക 8.80 അവിടെ 7.0 അവിടെ 158.80 അവിടെ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ് നമ്മളുടെ USD JPY. ഓക്കെ, 158.80 അവിടെയൊക്കെ നമ്മൾ ബൈ ചെയ്യുന്ന ആൾക്കാർ ടൈറ്റായിട്ട് വേണമെങ്കിൽ 158.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ USD JPY. ഇതേവരെ നമുക്ക് ഈ ആഴ്ച USD JPY ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ടു വെയിറ്റ് ടുവേർഡ്സ് 162. ഓക്കെ, 162 163 റേഞ്ചിലോട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം നമ്മളുടെ ആൽഗോ യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ചത്തെ റിസൾട്ട് എല്ലാം നമ്മൾ അയച്ചു തന്നെയാണ്. അപ്പം ബേസിക്കലി നമ്മൾ ഗോൾഡിനകത്ത് മാനുവൽ ട്രേഡിങ് ചെയ്യാത്തത് കൊണ്ടിട്ട് തന്നെ എന്താ പറയുക, ആക്ച്വലി മാനുവൽ ട്രേഡിങ് നമ്മൾ കുറച്ച് ഇതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ഈ ആൽഗോയുടെ പുറമെ കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറൻസീസിൽ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, കറൻസീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനകത്ത് പക്ക ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമയത്ത് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മൾ എന്താ പറയുക, ഈ ഒരു ആൽഗോയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും, ഒരാഴ്ച ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 25% അവരുടെ ക്യാപിറ്റൽ 25%ഓളം പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ആൽഗോയെക്കുറിച്ച് അറിയാനും മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിച്ച് പോകാം. ഓക്കെ, സോ ബേസിക്കലി എന്താണ് നമുക്ക് നേരെ നമ്മളുടെ GBP USDയിലോട്ട് പോകാം. GBP USD 1.34776 നിൽക്കുന്നു. 1.3480 അവിടെ നിന്നൊക്കെയാണ് ബൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്നലെ ആയിരുന്നു അത്. ഇന്ന് പല ക്യാൻഡിൽസും 1.3400 താഴെയായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റിയാണ്. 1.3410 1.3400 റേഞ്ചിലോട്ട് കിട്ടുമ്പോൾ മാത്രം എൻട്രി എടുക്കുക, അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് GBP USDയിൽ പറയാനായിട്ടുള്ളത്. കാരണം ഇന്നലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPI ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നമ്മൾ യൂറോ USDയിലോട്ട് പോകാം. യൂറോ USD 1.1514 നിൽക്കുന്നു. ബേസിക്കലി യൂറോയും എനിക്ക് പറയാനായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും യൂറോയിലും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1.1500 അവിടെ ഇന്ന് എന്താ പറയുക, വൈകുന്നേരവും ഇന്ന് രാത്രി 1.1500 സപ്പോർട്ട് ചെയ്യുകയും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് വീണ്ടും 1.1500 സപ്പോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും യൂറോയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഗോൾഡിലോട്ട് വരാം. 3969 നിൽക്കുന്നു. 3900
4370 നിൽക്കുന്നു. 4355 4360 ഇടയ്ക്ക് നമുക്ക് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 4342 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഗോൾഡ് 4340 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ഡെഫിനറ്റ്ലി അത് വീണ്ടും ഒരു താഴോട്ടുള്ളൊരു പോക്കായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. അത് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് സെല്ല് നമുക്ക് അവിടെ കിട്ടുകയും അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടി മുന്നോട്ട് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി എന്താ പറയുക, എല്ലാ ട്രേഡ്സും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. അൽഗോയെക്കുറിച്ച് അറിയാനായിട്ട് മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ബ്രോക്കേഴ്സ്, നിങ്ങൾ മാനുവലി ട്രേഡ് ചെയ്യാനായിട്ട് ഏത് ബ്രോക്കറാണ് നല്ലത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഓക്കെ, അതേപോലെ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.